ഇടയിൽ ടയർ ഔട്ടായി ഗൈസ്. നമ്മളടുത്ത സാധനം ഉണ്ട്, ഇത് വെച്ചിട്ട് എന്താ ചെയ്യാനാണ് നോക്കാം. ടീമാന്ന് കിട്ടെ മക്കളെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ ഡെസേർട്ട് സഫാരി വളരെ സന്തോഷപൂർവ്വവും സമാധാനത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടുണ്ട്. എടുക്കല് ഒരു സംഭവം ഉണ്ട്. അതിന്റെ മുന്നേ ഇതെന്താന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഈ സാധനം ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ താരം. ഇൻലാൻഡിലേക്ക് പോകാൻ വേണ്ടി വന്നല്ലെങ്കിലും അവസാനം ഇൻലാൻഡിലെത്തി. അടുത്തൊരു വൈബ് വേറെ ഒരു വൈബാണ്. പോയവർക്കറിയാം. പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറ്റെങ്കിലും ഒന്ന് പോയി നോക്കാം. നമ്മൾ രാവിലെ അവിടുന്ന് ചായയെല്ലാം കുടിച്ച്, സത്യം പറഞ്ഞാൽ ആ ചായ ഇന്നലെ അങ്ങ് തീർന്നു വയ്ക്കുന്നു. പിന്നെ നമ്മൾ ഉള്ളതെല്ലാം വെച്ചൊരു വൈബിന് വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ കാഴ്ചകളും ആ ഒരു പ്രഭാതത്തിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കടലൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ ചായ എടുത്തിട്ട് ഒറ്റൊക്കെ കുടിച്ചിരിക്കുക. വേറെ കാര്യം, നമ്മൾ ഇത്രയും ഇവിടെയൊക്കെ വന്നിട്ട് നമ്മള് പരമാവധി വീഡിയോ ഒക്കെ എടുത്ത് മുതലാക്കണ്ടേ. കാരണം ഇവിടെ ഇപ്പൊ ഒന്നും വരില്ലല്ലോ. പിന്നെ വന്നാൽ തന്നെ ഒരു ദിവസത്തെ ഉറക്ക് മുടക്കിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. അത് എന്താന്ന് ചോദിച്ചാല് വലിയൊരു പണിയാണ് കിട്ടിയത്. നമ്മളെ വണ്ടീന്റെ ടയർ പോപ്പോട്ടായി പോയി. അതാണ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടയർ ഇങ്ങനെ ആയ ആ ഒരു മൊമെന്റ് ഇതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചത്. അതായത് നമ്മള് എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് 2-3 വീഡിയോ കൂടി സെറ്റാക്കി ആ ടൈമിലേക്ക് ഇങ്ങനെ പോരാന്നുള്ളൊരു മൈൻഡിലാണ്. ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. സംഭവമൊന്നുമില്ല. യുവൻസ് അതിന്റെ ഉള്ളിൽ കുത്തിന് എന്തോ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു കേളു. ആർക്കും മനസ്സിലാക്കില്ല. യുവൻസിനും മനസ്സിലാക്കില്ല, നമുക്ക് പുറത്തുള്ള നമുക്ക് മനസ്സിലാക്കില്ല. ഷംജിത്ത് വെറുതെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ടയറിന്റെ കാറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു ടയർ അങ്ങനെ പോയി എന്നുള്ള ഒരു ഇതില് നമുക്കൊന്നൊരു പിടുത്തില്ല. നമ്മളെ അടുത്ത് ഒരു ചെറിയൊരു കംപ്രസർ ഉണ്ട്, എയർ കംപ്രസർ. അതൊക്കെ വെച്ച് കുറെ നോക്കി, ഒന്നും നടക്കുന്നില്ല. പിന്നെ അവിടെയുള്ള വേറെ കുറെ ഫാമിലിയും അവിടെ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്ന കുറെ ടീമൊക്കെ ഉണ്ട്. ഓരോരുത്തൊക്കെ പോയി ചോദിച്ച് പിന്നെ ചോദിച്ച് അങ്ങനെ ഒരാളുടെ ഒരു എയർ കംപ്രസർ കണ്ടുപിടിച്ച് നമ്മൾ. അപ്പോൾ കുറച്ച് ഹെവി ഡ്യൂട്ടി സാധനമാണ്. അത് കൊണ്ടുപോയി നോക്കുമ്പോൾ അതാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ അതിന്റെ പ്ലഗ് എല്ലാം മാറ്റി കുത്തി അങ്ങനെ എല്ലാ പരിപാടി നോക്കി, അതൊന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. പിന്നെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പിടുത്തമില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അങ്കലാപ്പിലായി പലരെയും വിളിക്കൽ തുടങ്ങി. എന്തെങ്കിലും വഴി ഉണ്ടോന്ന് അറിയാൻ. ഒരു ഡെസേർട്ട് ട്രോപ്സ് ഒക്കെ ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരെ